അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇന്നത്തെ കാലാവസ്ഥ പരിശോധിച്ചാൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ ചില ജില്ലകളിൽ മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നു, നേരിയതായ രീതിയിലെങ്കിലും മഴയൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ മുന്നറിയിപ്പ് പ്രകാരം നോക്കൂ, മാപ്പിൽ രണ്ടിടത്താണ് അലേർട്ട് ഉള്ളത്. രണ്ടിടത്ത് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്, മഴ മുന്നറിയിപ്പുണ്ട്. ഈ രണ്ട് ജില്ലകളും വടക്കൻ കേരളമാണ്, കാസർഗോഡും കണ്ണൂരും. രണ്ടിടത്തുമാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ജാർഖണ്ഡിനും വടക്കൻ ഗംഗാതീരത്തിനും അതേപോലെ പശ്ചിമ ബംഗാളിന്റെ സമീപ പ്രദേശങ്ങൾക്കും മുകളിൽ സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായിട്ടാണ് മഴ തുടരുന്നത്. മഴയ്ക്കൊപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ കേരള തീരത്ത് കള്ളക്കടൽ ആക്രമണത്തിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് റെഡ് അലേർട്ടും നിലനിൽക്കുന്നു. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലൊന്നും മത്സ്യബന്ധനത്തിന് നിലവിൽ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല. താപനില വർദ്ധിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ജില്ലകളിലെ മറ്റ് താപനില എങ്ങനെയാണെന്ന് കൂടി നോക്കിയാൽ, തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് തുടങ്ങുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ കൂടിയ താപനിലയായിട്ട് കൊടുത്തിരിക്കുന്നത് 32 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടിയ താപനില. അവിടുത്തെ കുറഞ്ഞ താപനില ഇന്ന് 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. എറണാകുളത്തെ കാലാവസ്ഥ കൂടിയത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. കോഴിക്കോട് കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അതേപോലെ കണ്ണൂരിലെ സാഹചര്യത്തിൽ 32 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂരിലെ കൂടിയ താപനിലയും കുറഞ്ഞത് 24 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇന്നത്തെ പൊതുവിലൊരു ദിനാന്തരീക്ഷ അവസ്ഥ. രണ്ട് ജില്ലകളിൽ കാസർഗോഡും കണ്ണൂരും യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റ് ജില്ലകളിലൊക്കെ മഴ പെയ്തേക്കാം എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ താപനില ഇപ്പം ഓണമൊക്കെ അല്ലേ, ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും സാധാരണ കുറച്ചൊന്ന് ചൂടൊക്കെ ഉണ്ടാവുമായിരിക്കും, വെയിലൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പം നേരത്തെ ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പത്തെ താപനില ഒന്നുമല്ല, ഒരു 10 മണിയൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നല്ല വെയിലൊക്കെ വന്ന് ഒരു 10:30 കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഒന്ന് പൊള്ളി ആ തലത്തിലേക്ക് എത്തുന്നുണ്ട് ദിനാന്തരീക്ഷ അവസ്ഥ.